ശബരിമലയിലെ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള അത് വരുത്തിവെച്ച നാശനഷ്ടവും ഒപ്പം തന്നെ അതിനകത്തുണ്ടായ വിവാദങ്ങളുമൊന്നും കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മുൻ മേൽശാന്തിയായിട്ടുള്ള ശങ്കരൻ നമ്പൂതിരി അയച്ച കത്ത് വലിയ വിവാദങ്ങളും ചർച്ചകളുമാകുന്നത്. മുൻ മേൽശാന്തിയായിട്ടുള്ള എസ് സി ശങ്കരൻ നമ്പൂതിരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതി എന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ നോമിനിയാണ് എന്നുള്ളത് കത്തിൽ പറയുന്നു എന്നുള്ളത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ 25-ന് അയച്ച കത്തിന്റെ പകർപ്പ് ദേവസ്വം വിജിലൻസ് SP-ക്കും ഇപ്പോൾ അയച്ചിട്ടുണ്ട്. നേരത്തെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും ഈ തന്ത്രിയെ പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തുകയും ചെയ്തിരുന്നു. 2015-16 കാലത്താണ് ശങ്കരൻ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായിരുന്നത്. ഇതിനു ശേഷമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ആൾ ഈ ശബരിമലയിൽ കൂടുതൽ ശക്തനായി മാറിയത് എന്നുള്ളതാണ്. ബംഗളൂരുവിലെ ജാലഹള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരിക്കെയാണ് എസ് സി ശങ്കരൻ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായി എത്തുന്നത്. അതിനു മുൻപ് തിരുവഞ്ചൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഇദ്ദേഹം. കോട്ടയം അയർക്കുന്നം കാരക്കാട്ട് സ്വദേശിയായിട്ടുള്ള ശങ്കരൻ നമ്പൂതിരി അങ്ങനെ പല അമ്പലങ്ങളിലും ക്ഷേത്രശാന്തിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗളൂരു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന കാലഘട്ടം മുതൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാമെന്ന് കത്തിന്റെ ആമുഖത്തിൽ തന്നെ മേൽശാന്തി പറയുന്നുമുണ്ട്. രാജീവരാണ് ജലഹള്ളി ക്ഷേത്രത്തിലെ തന്ത്രി എന്ന് പറയപ്പെടുന്നത്. അവിടെ കുറെ കാലം കീഴ്ശാന്തിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്നത്. അവിടെ വെച്ച് തന്ത്രിയുടെ പ്രധാന ആളായിട്ട് മാറുകയായിരുന്നു. ഈ തന്ത്രി എന്ന് പറയപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞ കണ്ഠരര് രാജീവരൻ. കുറെ കാലമായിട്ട് തന്ത്രിയുടെ അവസാന വാക്കും മുഖ്യ മാർഗദർശിയുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമല മേൽശാന്തിയാക്കാൻ വേണ്ടിയിട്ട് തന്ത്രി നീക്കം നടത്തി എന്നും ഈ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ കത്ത് പഴയ മേൽശാന്തി എഴുതിയത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ കൂടിയും ചില ഇതിനകത്തുള്ള ചില ഊഹാപോഹങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായി പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ നിയമിച്ചത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നുള്ള കത്തിലെ മറ്റൊരാരോപണം. ശ്രീകോവിൽ വൃത്തിയാക്കുകയും പൂജാപാത്രങ്ങൾ അടക്കം കഴുകുകയും ഭഗവാന് നിവേദ്യം തയ്യാറാക്കുകയുമാണ് കീഴ്ശാന്തിയുടെ പ്രധാന ജോലി എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ശബരിമലയിൽ കീഴ്ശാന്തിയായി വരുന്നവർ നെയ്യ് വിൽപ്പനയും ചരട് ജപവുമാണ് നടത്തുന്നത് എന്നും മുൻ മേൽശാന്തി അടക്കം ഒരു ആരോപണമായി ഉന്നയിക്കുകയാണ്. മറ്റുള്ള ജോലികൾക്കുള്ള സമയമൊന്നുമില്ല, പകരം അവർ ചെയ്യുന്ന നെയ്യിന്റെ വിൽപ്പനയും ചരട് പൂജിച്ചു കൊടുത്ത് പണം സമ്പാദിക്കുകയും ചെയ്യുന്നു. ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുകയും തിടപ്പള്ളി ലേലത്തിന് വിറ്റ് കാശുണ്ടാക്കുകയുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലേലം വിളിയിൽ പണം മുടക്കുന്ന പ്രധാന വ്യക്തി എന്ന് പറയപ്പെടുന്ന ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നെയ്യഭിഷേകത്തിന്റെ ദേവസ്വം ഷെയറായി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നത് തന്ത്രിയാണ് എന്നുകൂടി ശങ്കരൻ നമ്പൂതിരി ആരോപിക്കുന്നുണ്ട്. ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ്. അപ്പോൾ ഈ കത്തിൽ ദേവസ്വം വിജിലൻസ് എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അപ്പോ കടുവയെ പിടിക്കുന്ന കിടുവ, ഈ പറയുന്ന പോലെ വേലി തന്നെ വിളവ് തെല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കണ്ഠരര് രാജീവരൊക്കെ അടക്കം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അറിയാവുകയും ചെയ്യുന്നതാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ആരോപണങ്ങൾ അടങ്ങിയ കത്ത് എന്ന് പറയപ്പെടുന്നത്. ആ കത്തിൽ എന്താണ് ദേവസ്വം വിജിലൻസ് നടപടിയെടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് പ്രസക്തമാകുന്നത്. പൂജാ സമയത്ത് ഈ ശ്രീകോവിലിൽ തന്ത്രിയും മേൽശാന്തിയുമുള്ള സ്ഥിതിക്ക് മറ്റ് സഹായികളെ പ്രവേശിപ്പിക്കരുത് എന്നുണ്ട്. വർഷങ്ങളായി ശബരിമലയിൽ മേൽശാന്തിയുടെയും കീഴ്ശാന്തിയുടെയും കൂടെയുള്ള സഹായികളെ എത്രയും വേഗം ഒഴിവാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. മേൽശാന്തിമാർ സഹായികളായി കൊണ്ടുവരുന്നവരെ 1 വർഷം കഴിഞ്ഞാൽ തുടരാൻ അനുവദിക്കരുത് എന്നുകൂടി കത്തിൽ മേൽശാന്തി ആവശ്യപ്പെടുകയാണ്. നേരത്തെ ഈ വാജിവാഹന വിവാദത്തിലടക്കം തന്ത്രി പെട്ടിരുന്നു. കണ്ഠരര് രാജീവരര് തിരിച്ചു നൽകാൻ തയ്യാറായ വാജിവാഹനത്തിന്റെ ആധികാരികത പരിശോധിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനായിട്ട് തിരുവാഭരണത്തിന്റെ കമ്മീഷണറെയാണ് ഇതിനു വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം മാത്രം തിരിച്ചെടുത്താൽ മതി എന്നുള്ളതാണ്. അതാ വാജിവാഹനത്തെ തിരിച്ചെടുക്കുന്നുവെങ്കിൽ ഇതിനെ വളരെ കൃത്യമായി പരിശോധിക്കുക, ഇതിന്റെ വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ച് അതിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം മാത്രം തിരിച്ചെടുത്താൽ മതി എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ ഇങ്ങനെ ഉയരുന്നതിനിടെയാണ് ഈ വാജിവാഹനം തിരിച്ചെടുക്കണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടത്. സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ വാജിവാഹനത്തിന്റെ ആധികാരികതയിൽ പ്രശ്നമുണ്ടായാൽ
വലിയ വിവാദത്തിന് വഴിവെക്കുമെന്ന് ബോർഡ് ഇതിനോടൊപ്പം തന്നെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് രാജീവരിൽ നിന്ന് വാങ്ങുന്ന വാജിവാഹനം വിദഗ്ധർ പരിശോധിക്കേണ്ടതുണ്ട്. അടിയന്തരമായിട്ട് ഈ നടപടി പൂർത്തിയാക്കാനാണ് ബോർഡ് തിരുവാഭരണം കമ്മീഷണറോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഴയ കൊടിമരം മാറ്റിക്കഴിയുമ്പോൾ അതിലെ വാജിവാഹനം കൈവശം വയ്ക്കുവാനുള്ള അവകാശം തന്ത്രിക്ക് തന്നെയാണ്. പഴയ കൊടിമരത്തിലെ വാജിവാഹനം മറ്റൊരു കൊടിമരത്തിൽ ഉപയോഗിക്കുന്നത് പാപമായതിനാലാണ് വാജിവാഹനം തന്ത്രിക്ക് അവകാശമായി നൽകുന്നത് എന്നാണ് രാജീവര് വിശദീകരിച്ചിരിക്കുന്നത്. ഇത് തന്ത്രി ആർക്കും കൈമാറാറില്ല. എന്നാൽ വാജിവാഹനം രാജീവര് മറ്റാർക്കോ കൈമാറിയതായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് രാജീവര് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ രാജീവര് ആകെ കുഴപ്പത്തിലായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജീവര് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ ശ്രമിച്ചത്? തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവര് എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയപ്പെടുന്ന ആൾ കീഴ്ശാന്തിയുടെയും സഹായിയായിട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിനെ അവിടെ നിയമിക്കുന്നത് പോലും രാജീവരാണ്. എന്തുദ്ദേശത്തോടു കൂടിയാണ് രാജീവര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരു ഫ്രോഡിനെ ശബരിമലയിൽ ഈ സ്ഥാനങ്ങളിൽ നിയമിക്കാൻ ശ്രമിച്ചത്? മറ്റൊന്ന്, മേൽശാന്തിയാക്കാൻ ശ്രമിച്ചത്. എത്രയും പരിപാവനമായിട്ടുള്ള ഒരു അമ്പലത്തിൽ, ആ പരിപാവനമായിട്ടുള്ള സ്ഥലത്ത് അത്രത്തോളം പരിപാവനമായി എത്തപ്പെടേണ്ടതാണ് മേൽശാന്തിമാരെന്ന് പറയപ്പെടുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള കള്ളന്മാരെ, കൊള്ളക്കാരന്മാരെ, ഫ്രോഡുകളെയാണോ അയ്യപ്പനെ പൂജാവിധികൾ പ്രകാരം പൂജ ചെയ്യുവാനായിട്ട് മേൽശാന്തിയായിട്ട് നിയമിക്കേണ്ടത്? അപ്പോൾ അങ്ങനെ ഇവനൊരു ഫ്രോഡാണ് എന്ന് കണ്ഠരര് രാജീവർക്ക് അറിയാമെങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് അയ്യപ്പനെ പൂജിക്കുവാൻ ഈ ഫ്രോഡായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി മതി എന്ന് തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് രാജീവരുടെ മറുപടി പറയണം. അപ്പോൾ ഒരു ദേവസ്വം ബോർഡോ, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റോ, ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയോ മാത്രമല്ല ഇതിനകത്തെ യഥാർത്ഥ പ്രതികൾ എന്ന് പറയപ്പെടുന്നത്. കണ്ഠരര് രാജീവരെ പോലുള്ളവരുടെ ബന്ധം എന്താണ് ഇതിനകത്ത്? കണ്ഠരര് രാജീവരും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ ഒരു അമ്പലം ഒരാളുടെയും കുടുംബാവകാശമായിട്ട് തീരെഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ശബരിമല ആരുടെയും കുടുംബ സ്വത്തല്ലല്ലോ. രാജീവർക്കോ ഈ പറയുന്ന കണ്ഠരര് രാജീവരുടെ കുടുംബത്തിനോ എഴുതി കൊടുക്കുന്ന സ്വത്തല്ലല്ലോ. പൂജാവിധികൾ പ്രകാരം നിങ്ങൾക്ക് അവിടെ പൂജ നടത്താം, അതിനുള്ള എല്ലാ അവകാശവും കുടുംബപരമായി നിങ്ങൾക്കുണ്ട് താനും. പക്ഷെ അതല്ലല്ലോ, അയ്യപ്പനെ വരെ അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒത്താശകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് കണ്ഠരര് രാജീവര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇനി ഇതിന് മുകളിൽ മറ്റൊരാളുണ്ടെങ്കിൽ അവർ ചെയ്താലും തെറ്റ്. അപ്പോൾ ഇവിടെ തന്ത്രി മുതൽ മന്ത്രി വരെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവരും ചേർന്നുള്ള ഒത്താശയായിരുന്നു, ഒത്തുകളിയായിരുന്നു ഇത്. ഇപ്പൊ ഇവിടെ ഈ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി എഴുതിയ കത്തിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ കണ്ഠരര് രാജീവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 1-2 വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ മേൽശാന്തി ആക്കിയേനെ. മേൽശാന്തി കൂടെ ആക്കിയിരുന്നെങ്കിൽ അയ്യപ്പനെ അടക്കം അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തേനെ. അങ്ങനെ ചെയ്തതിനു ശേഷവും ഈ കണ്ഠരര് രാജീവര് നേരത്തെ പറയുന്ന പോലെ പല നെയ്യഭിഷേകത്തിനടക്കം ലക്ഷങ്ങൾ കമ്മീഷൻ പറ്റുന്ന ഒരു തന്ത്രിയാണ് കണ്ഠരര് രാജീവര് എന്നാണ് മേൽശാന്തി അടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിലും കമ്മീഷൻ വാങ്ങിക്കുമായിരുന്നു. അയ്യപ്പനെ വിൽക്കുന്നതിൽ വരെ ഈ കണ്ഠരര് രാജീവരടക്കം പണം വാങ്ങുമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.